എല്ലാ കണ്ണുകളും അടച്ച് കഴിയുമെങ്കിൽ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശബ്ദപരിധി യേശുവിന് വിശുദ്ധമായി മാറട്ടെ. ഊരിപ്പിടിച്ച വാളുമായി സ്വർഗീയ ദൂതന്മാർ അകത്തും പുറത്തും കാവൽ നിൽക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷത്തിന് ബന്ധനമില്ല. ആത്മാർത്ഥതയോടെ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, രണ്ടാമത്തെ രാത്രി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തോട് അങ്ങ് സംസാരിക്കണമേ. ദൈവവചന വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. എല്ലാ എതിരായ ശബ്ദങ്ങളെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ഈ രാത്രി ദൈവാത്മ മണ്ഡലം ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം മുഴുവൻ, മഹത്വം മുഴുവൻ, മഹത്വം മുഴുവൻ ഈ രാത്രി അങ്ങെടുക്കണം. ഏഴ് ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കലൂടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഏറെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി നമ്മൾ ധ്യാനത്തിന് വേണ്ടി വായിച്ചത്. 4 സുവിശേഷങ്ങളാണ് ദൈവം നമുക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാനായി തന്നിരിക്കുന്നത്. 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ചരിത്രം വിശുദ്ധനായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേര് നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. അതിൽ യോഹന്നാൻ എന്ന ധന്യനായ മനുഷ്യൻ ഏറ്റവും ഒടുവിൽ എഴുതിയതാണ് യോഹന്നാന്റെ സുവിശേഷം. 21 അധ്യായങ്ങളിലായി ഏകദേശം 879 വാക്യങ്ങളുള്ള തൻ്റെ സുവിശേഷത്തിൽ 7 അധ്യായങ്ങൾ, ഏതാണ്ട് 236 വാക്യങ്ങൾ നമ്മുടെ ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോട് ചേർന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇതര സുവിശേഷകന്മാർ മറ്റു പല കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തപ്പോൾ യോഹന്നാൻ ഏറെ പ്രാധാന്യം നൽകിയത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ആകെ 21 അധ്യായമുള്ളതിൽ 7 അധ്യായം മുഴുവൻ, ഏതാണ്ട് 236 വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിലെ കാതലായ വിഷയം നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരിക്കൽ ആ ധന്യനായ സുവിശേഷകൻ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ വിഷയം
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ലോകം മുഴുവൻ, ക്രൈസ്തവ സമൂഹം മുഴുവൻ, ലോകം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഓർമ്മകളാണ് ഇന്നലെയും ഇന്നും നാളെയും ഒക്കെയായി. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞ ഒരു സംഭവങ്ങളും ഇതിനകത്ത് താൻ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ തിരു അവതാരം മറ്റു 3 പേരും വളരെ കാര്യമായിട്ട് എഴുതിയെങ്കിലും യേശുക്രിസ്തുവിന്റെ തിരു അവതാരത്തെ കുറിച്ച് യോഹന്നാൻ ഒന്നും മിണ്ടിയിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നടുവിൽ ന്യായപ്രമാണ സംബന്ധമായി സംസാരിച്ച കാര്യം വളരെ ഗൗരവമുള്ളതാണെങ്കിലും യോഹന്നാൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ഹേരോദാവ് കൊല്ലാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ യോസേപ്പിന് സ്വപ്നത്തിൽ വെളിപ്പെട്ടിട്ട് പൈതലുമായി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞ കാര്യം മറ്റു സുവിശേഷകന്മാർ എഴുതിയെങ്കിലും യോഹന്നാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ എഴുതിയില്ല. എന്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന പ്രവചനം നിവർത്തിയാകുവാൻ ഹേരോദാവ് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ ശേഷം യോസഫും മറിയയും യേശുവുമായി മടങ്ങി വന്ന കാര്യം യോഹന്നാൻ എഴുതിയിട്ടില്ല. ഇതര സുവിശേഷങ്ങളിൽ യേശുവിന്റെ ധാരാളം ഉപമകളുണ്ട്. എന്നാൽ യോഹന്നാൻ യേശുവിന്റെ ഒരു ഉപമ പോലും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. യേശുക്രിസ്തുവിന് 30 വർഷത്തെ ഒരു കാര്യവും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയില്ല. 30-ാമത്തെ വയസ്സിൽ തന്നേക്കാൾ 6 മാസം ജന്മം കൊണ്ട് മൂപ്പുള്ള യോഹന്നാൻ സ്നാപകന്റെ ഇതുപോലെയുള്ള ഒരു വലിയ കൺവെൻഷനിൽ താൻ മാനസാന്തരം പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ പുറകെ വന്ന് നിൽക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. അർത്ഥാൽ യേശുക്രിസ്തുവിന്റെ സ്നാനം തുടങ്ങി യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണവും ഉയർപ്പും വരെയുള്ള 3.5 വർഷത്തെ കാര്യം മാത്രമേ വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കരമുയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. 3.5 വർഷത്തെ കാര്യമെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല്. 3.5 വർഷത്തിനകത്തു നിന്ന് ഏതാണ്ട് ഒരു 12 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ യോഹന്നാൻ 21 അധ്യായത്തിൽ എഴുതിയിട്ടുള്ളൂ. ആ 12 ദിവസങ്ങളിലെ കാര്യങ്ങളിൽ തന്നെ പെസഹ തുടങ്ങി ഉയർപ്പ് വരെയുള്ള 4 ദിവസത്തെ കാര്യങ്ങളാണ് ഏറ്റവും അധികം എഴുതിയിരിക്കുന്നത്. ഞാൻ ഇത് മുഖവരിയായി ഓർപ്പിക്കുന്നത് തിരുവെഴുത്തിൽ മറ്റെന്തിനേക്കാളിൽ പ്രാധാന്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യരാശിക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നത് കൊണ്ട് ആവേശം കയറിയ ഒരു ആരാധനയോ, PC ചെറിയാൻ പ്രസംഗിക്കുന്നത് കേട്ടൊരാവേശം കൊണ്ടൊരു ആരാധനയോ അല്ല ഇവിടെ വേണ്ടിയത്. ഇവിടെ വേണ്ടിയത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ യേശു എന്ത് ചെയ്തെന്ന് അറിഞ്ഞിട്ട് അവനെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സന്തോഷമുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് രാത്രിയിൽ ഹല്ലേലൂയ. പാപത്തിന്റെ പരിണിത ഫലമായി മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു എന്ത് ചെയ്തെന്നറിഞ്ഞ്, ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ധന്യനായ പൗലോസ്ലീഹ സുവിശേഷം എന്ന വലിയ വിഷയത്തെ ആറ്റി കുറുക്കി അതിനെ സത്തെടുത്ത് പറഞ്ഞേക്കുന്ന ഒരു വാക്യം നമുക്കറിയാം. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അത് കേട്ട് ആരും വഴക്കുണ്ടാക്കിയിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ഞങ്ങളുടെ മൂക്കി ശ്വാസമുള്ളിടത്തോളം
തൊണ്ടയ്ക്ക് ശബ്ദമുള്ളിടത്തോളം മൈക്ക് ഉണ്ടേലും ഇല്ലേലും ഞങ്ങളത് പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കും. സന്തോഷമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭീഷണികളുടെ മുമ്പിലോ വഴക്കിന്റെ മുമ്പിലോ ഒന്നും സുവിശേഷം നിർത്താനൊക്കത്തില്ല. കാരണം സുവിശേഷം വ്യക്തികളെ വിടുവിക്കുന്നതാണ്, കുടുംബങ്ങളെ വിടുവിക്കുന്നതാണ്, ശാപമണ്ഡലങ്ങളെ അഴിക്കുന്നതാണ്, പാപത്തിന്റെ കെട്ടഴിക്കുന്നതാണ്. വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. സുവിശേഷം ഒരു മതമല്ല. സുവിശേഷം ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല. സുവിശേഷം നിർബന്ധിത മതപരിവർത്തനമല്ല. ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, സുവിശേഷം ഒരു മതമല്ല. സുവിശേഷം ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല. സുവിശേഷം നിർബന്ധിത മതപരിവർത്തനമല്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആശയമല്ല. ഇതൊരു മാർഗം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം സംഘടനയല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ആ വ്യക്തിയെ മാത്രം ഉയർത്തുന്നത്. കാലത്തിന്റെ സമ്പൂർണതയിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കാലത്തിന്റെ സമ്പൂർണതയിൽ സ്വർഗത്തിന്റെ സകല മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ തന്റെ മേൽ ചുമത്തപ്പെട്ട് കാൽവരിയിൽ പിടഞ്ഞു മരിച്ച യേശുവാണ് സുവിശേഷം. ഓ ഹല്ലേലൂയ. അത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം പറയണം. അത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം പറയണം. അത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം പറയണം. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾ പാടി ഉലകമകാന്മാരെല്ലാം മരിച്ചതുപോലല്ല ഞങ്ങളുടെ യേശു മരിച്ചത്. മരണം കൊണ്ട് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കാൻ കാരണം മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു യേശുണ്ട്. അവൻ ഈ രാത്രി നമ്മുടെ നടുവിൽ ചന്തമായി ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവര് നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ഈസ്റ്ററൊക്കെ നാട്ടുകാരെല്ലാം കൂടെ ആഘോഷിക്കുമ്പോഴും ഇങ്ങനെ പ്രസംഗം വെക്കാൻ കാരണം അവൻ ജനിച്ചതുപോലെ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. നിങ്ങൾ നല്ലൊരു സ്തോത്രം പറഞ്ഞില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജനിച്ചതുപോലെ ഉലകത്തിൽ ആരും ജനിച്ചില്ല. ഞങ്ങളുടെ യേശു ജീവിച്ചതുപോലെ ഉലകത്തിൽ ആരും ജീവിച്ചില്ല. ഞങ്ങളുടെ യേശു മരിച്ചതുപോലെ ഉലകത്തിൽ ആരും മരിച്ചില്ല. ഞങ്ങളുടെ യേശു ഉയർത്തതുപോലെ ഉലകത്തിൽ ആരും ഉയർത്തിട്ടില്ല. ഞങ്ങളുടെ യേശു ഇന്ന് രാത്രിയിലും ലൈവായി ജീവിക്കുകയാ. അത് അനുഭവിക്കുന്നവര് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്റെ യേശു കാലം തെറ്റി ജനിച്ചവനല്ല. പ്രവാചകന്മാരെന്നു പറഞ്ഞു അന്ന് ജനിച്ചവനാ. പ്രവാചകന്മാർ എങ്ങനെ പറഞ്ഞു അങ്ങനെ ജനിച്ചവനാ. യേശു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് പുറകിൽ സ്വർഗം പറഞ്ഞു സ്ത്രീയുടെ സന്തതിയായി. നല്ലൊരു ഹല്ലേലൂയ പറയണം. കാലം തെറ്റി ജനിച്ചതല്ല, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് സ്വർഗം പറഞ്ഞു. 600 വർഷങ്ങൾക്ക് പുറകിൽ ആ ജനനം എങ്ങനെയാണെന്ന് യെശയ്യാവ് പറഞ്ഞു. കന്യക ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാനുള്ളവനാകയാൽ നീ അവൻ യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിന്റെ അർത്ഥമേ പാപപരിഹാരകൻ എന്ന. ഇന്ന് രാത്രി ചേർന്ന യേശുവിന്റെ നാമം ഒന്ന് ഉയർത്തിക്കേ. അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന ഏക നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. യേശു ലോകത്തിൽ വന്നത് വിശക്കുന്നവർക്കെല്ലാം കൂടെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ചിട്ട്
ഇവിടുത്തെ തട്ടുകടയെല്ലാം അടപ്പിക്കാൻ വന്നതല്ല. ഇവിടുത്തെ കൂട്ടമായി വരുന്ന 10 കുഷ്ഠരോഗിയെ ഒന്നിച്ച് സൗഖ്യമാക്കിയിട്ട് ഹോസ്പിറ്റലെല്ലാം പൂട്ടിക്കാൻ വന്നതല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. യേശു വന്നത്, പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ, അപ്പം ഉണ്ടാക്കാനല്ല. എന്നോട് ചേർന്ന് പറയണേ, പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ മനുഷ്യനായി വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഇന്നലകളിൽ ജീവിച്ചു മരിച്ചവരും ഇന്ന് ജീവിക്കുന്ന 800 കോടി ജനങ്ങളും ഒരുമിച്ച് വിശ്വസിക്കാൻ യോഗ്യമായ വചനമാണ്. നല്ലൊരു ഹല്ലേലൂയ പറയണം. ഉലകത്തിലെ മാനവരാശി മുഴുവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ യേശു പാപികളെ രക്ഷിപ്പാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. എഴുത്തുകാരൻ അതിൽ നിന്ന് മാറിയില്ല. എഴുത്തുകാരൻ പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു, എങ്കിലും അവന്റെ കരുണ എന്നോട് തോന്നിയത് കൊണ്ട്. അത് പറയുമ്പോൾ ആ വാക്യം പറയാൻ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളാണ് ഞാനും ആ പാപികളിൽ ഒന്നാമനായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി യോഗം വെച്ചത് ഞങ്ങളുടെ പണത്തിന്റെ സ്വാധീനം കാണിക്കാനല്ല, ഞങ്ങളുടെ സഭയുടെ മികവ് കാണിക്കാനല്ല. ഒരു പാപിയെങ്കിലും ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വല്ലാത്ത തലമുറ, ലഹരിക്ക് അടിമയായി, മദ്യത്തിന് അടിമയായി, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന തലമുറയിൽ, ആ തലമുറയിൽ നോഗയ്ക്ക് കൃപ ലഭിച്ചതുപോലെ ഈ തലമുറയിൽ ഈ ദേശത്ത് ചില ജീവിതങ്ങൾക്ക് കൃപ ലഭിക്കാനാണ് ഈ യോഗം നടക്കുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആ കരം നല്ലപോലെ നടിച്ച് ഒരുമിച്ച് ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വേഗത്തിലൊന്ന് പറഞ്ഞ് ദൈവം തന്നൊരു ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഈ രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇന്ന് പ്രസംഗിക്കാൻ ഏറ്റവും നല്ല വിഷയം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. അതുകൊണ്ട് തന്നെ ആ വാക്യം ഒരിക്കലൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു ധൂമർ വസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാറുകൊണ്ട് അടുപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഇനി എന്നെ ശ്രദ്ധിച്ചാണ്ട് പ്രിയമുള്ളവർ, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഏത് മനുഷ്യൻ? നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. എല്ലാവരും ക്രൂശിനെ ധ്യാനിക്കുന്ന രാത്രിയാകണം. പ്രൈസ് ദി ലോർഡ്. തലേ ദിവസം കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ അഴിച്ചോണ്ട് വരാൻ കർത്താവ് കൽപ്പിക്കുന്നു. ആരാനും ഇതെന്തിനെ അഴിക്കുന്നു ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പറയാവൂ: യേശുവിന് ഇതിനെ കൊണ്ട് ആവശ്യം. കെട്ടപ്പെട്ടതിനെ അഴിക്കുന്നതിന്റെ ചോദ്യം ആര് ചോദിച്ചാലും ഒറ്റ ഉത്തരമേ പറയാവൂ: യേശുവിന് ആവശ്യമാണ്. അഴിച്ചുകൊണ്ട് വന്ന കഴുതക്കുട്ടി പുറത്ത് യേശു വാഹനമേറി. ഉലകത്തിൽ ഒറ്റ പ്രാവശ്യമേ വാഹനത്തിൽ യേശു സഞ്ചരിച്ചിട്ടുള്ളൂ. യേശു ഒറ്റ പ്രാവശ്യമേ വിദേശയാത്ര ചെയ്തിട്ടുള്ളൂ.
അത് ശിശുവായിരിക്കുമ്പോൾ ജോസഫും മറിയയും കൂടെ മിസ്രൈമിലോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഒറ്റ പ്രാവശ്യം വിദേശയാത്ര, ഒറ്റ പ്രാവശ്യമേ വാഹനയാത്രയുള്ളൂ. അത് ഈ കെട്ടപ്പെട്ട കഴുതക്കുട്ടിയുടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കഴുതക്കുട്ടിക്ക് പുറത്ത് ആ വാഹനമേറുമ്പോൾ ജനമെല്ലാം ആവേശഭരിതരായി. കാരണം അവർക്ക് നിലവിലൊരു രാജാവില്ല. ഇപ്പോൾ യഹൂദന് നിലവിലൊരു രാജാവില്ല. ഒരിക്കൽ രാജാവിനെ ചോദിച്ചു മേടിച്ചു ശൗലിനെ. ശൗല് കഴിഞ്ഞ് ദാവീദ്, പിന്നെ ശലോമോനെ, പിന്നെ രാജാക്കന്മാരുടെ ബഹളമായിരുന്നു. പക്ഷേ യേശു ഉലകത്തിൽ മനുഷ്യാവതാരം എടുക്കുന്ന സമയത്ത് യഹൂദന്റെ ഭരണം റോമൻ സർവാധിപത്യത്തിന്റെ അണ്ടറില് അവരാക്കുന്ന ഗവർണർമാരാണ് ഭരിക്കുന്നത്. ഒരു മേഖല പീലാത്തോസും മറ്റൊരു മേഖല ഹേരോദാവ് എന്ന 2 ഗവർണർമാര് റോമൻ ഭരണത്തിന്റെ കീഴിൽ ഭരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യഹൂദന് സ്വന്തമായിട്ട് ഒരു രാജാവില്ല. അപ്പൊ അവരുടെ ആഗ്രഹം മുഴുവൻ ഞങ്ങൾക്കൊരു രാജാവിനെ കിട്ടും. അവരതിനു വേണ്ടി ആവലോടെ കാത്തിരിക്കുക. എന്നേരമാണ് മത്തായി പറഞ്ഞത്, 3 വിദ്വാൻമാര് വന്ന് ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചോദ്യം ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുക രാജാവിനെ. അപ്പൊ ചോദിച്ചു, രാജാവായി പിറന്നവൻ എവിടെ? 28 അധ്യായം എഴുതിയപ്പോ രാജാവിനെ എവിടെയും കണ്ടില്ല. പക്ഷെ 28 അധ്യായം അവസാനിപ്പിക്കുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടം ധരിച്ച് 3 കാരിരുമ്പാണികളെ തൂങ്ങി വിലാപ്പുറ കുത്തിക്കീറി കിടക്കുന്ന യേശുവിന്റെ മുകളിൽ റോമ, എബ്രായ, യവനായ ഭാഷയിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരല്ലിയ പറയണം. അപ്പൊ രാജാവിനെ കാത്തിരിക്കുന്ന ഈ ജനത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും തുടർമാനം ചെയ്ത് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു, മരിച്ച യായിറോസിന്റെ കൊച്ചിനെ ഉയർപ്പിക്കുന്നു, മരിച്ച നയിലെ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നു. 38 വർഷത്തെ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കിടക്കയോടെ ഓടി വീട്ടിൽ പോകുന്നു. 12 വർഷത്തെ രക്തസ്രാവക്കാരി സൗഖ്യമാകുന്നു. 5000 പേർക്ക് അപ്പം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴുതക്കുട്ടി പുറത്ത് വരുമ്പോൾ ഞങ്ങൾ കാത്തിരുന്ന രാജാവാണ് വരുന്നതെന്ന് ധരിച്ച് അവർ ഉടുപ്പുകൾ ഊരി കഴുതക്കുട്ടി പുറത്തിട്ടു. മിച്ചം വന്ന ഉടുപ്പ് നോട്ടിൽ പരവതാനി വിരിച്ചു. ഇത് രണ്ടുമില്ലാത്തവര് ഒരു കമ്പിന്റെ കമ്പൊടിച്ചു, ഈന്തപ്പരുടെ കുരുത്തോല ഒടിച്ചു. അതെല്ലാം കൂടെ കൈപ്പിടിച്ച് ഓശാന പാടി വരുമ്പോൾ പട്ടണമിളകി. ഒരല്ലിയ പറയണം. യേശുവിന്റെ യെരൂശലേമിലേക്കുള്ള കഴുതക്കുട്ടിപ്പുറത്തെ എഴുന്നള്ളത്ത് കണ്ടപ്പോൾ അപ്പം തിന്നവനും സൗഖ്യമായവനും കാഴ്ച കിട്ടിയവനും കൈയുടെ വരൾച്ച മാറിയവനും അമ്മച്ചിയുടെ കൂന് മാറിയവനും എല്ലാം ചേർന്ന് യേശുവിന് ഓശാന പാടി. Praise the Lord. Praise the Lord. നേരെ വരവ് ദേവാലയത്തിൽ വരുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഈ സമയം കൊണ്ട് ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ട ആലയം കള്ളന്മാരുടെ ഗുഹയായി മാറി. യേശു നാണയപീഠങ്ങളെ മറിച്ചിട്ട് ആലയത്തെ ശുദ്ധീകരിച്ച് ആ രാത്രിയിൽ ബഥാനിയിൽ പോയി പാർത്തു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് പെസഹയുടെ ദിവസമായി. മർക്കോസിന്റെ മാളികമുറിയിൽ പെസഹ ആചരിക്കാൻ പോകുന്നു. പെസഹ ആചരിക്കുമ്പോൾ കൂടെ അപ്പം തിന്നുന്നവൻ നാളെ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും 30 വെള്ളിക്കാശിന് എന്നെ തൂക്കി വിൽക്കുമെന്ന് അറിഞ്ഞിട്ടും അവനും അപ്പം നുറുക്കിക്കൊടുത്തു. ക്രൂശിനെ ധ്യാനിക്കും ഇതെല്ലാം ഓർക്കണം കേട്ടോ. ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞവന്റെ കാല് കഴുകി. Praise the Lord. എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, ഞാൻ ഏകനാകുമെന്ന് അറിഞ്ഞിട്ടും 12 പേരുടെ കാല് കഴുകി. ഇന്നലെ ഓശാന പാടിയ മുഴുവൻ പേരും അതേ വാ കൊണ്ട് ഇവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിക്കും എന്നറിഞ്ഞിട്ടും അവരെ കൈവിട്ടില്ല. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി നീ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യല്ലേ കേട്ടോ. ഒറ്റിക്കൊടുത്തത് പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊന്നുമല്ല, ഒറ്റിക്കൊടുത്ത ഹിസ്ബുള്ളായിൽ നിന്ന് വന്നവരൊന്നുമല്ല, ഹമാസ് ഒന്നുമല്ല. കൂടെ അപ്പം നുറുക്കി കടിച്ചവൻ. ഇന്ന് രാത്രിയിലും ഈ യോഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ,
നിന്റെ തകർച്ച കാണാൻ കൊതിക്കുന്നത് പുറത്തുള്ളവനായിരിക്കത്തില്ല, അകത്തുള്ളവനായിരിക്കും, കൂടെ നിൽക്കുന്നവനായിരിക്കും. അതാ ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത്. കാൽവറിയെ ധ്യാനിക്കുമ്പോൾ കൂടെ നിന്നവൻ ഒറ്റിക്കൊടുത്ത കാര്യം മറക്കരുത്. 4 ചില്ലറ കാശിന് 30 വെള്ളിക്കാശിന് യൂദ അവനെ ഒറ്റിക്കൊടുക്കുകയാ. അവന് മാനസാന്തരപ്പെടാൻ എൻ്റെ യേശു 8 അവസരങ്ങൾ കൊടുത്തു. 8 അവസരം. അതൊന്നും ഈ രാത്രി വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 8 അവസരം. ഓരോ പ്രാവശ്യവും യേശു പറഞ്ഞു, സ്നേഹിതാ, ഒരു ചുംബനം കൊണ്ടോടാ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. സ്നേഹിത, നീ ചെയ്യാനുള്ള വേഗം ചെയ്യ്. സ്നേഹിത, നീ ജനിക്കാതിരുന്ന കൊള്ളായിരുന്നു എന്നൊക്കെ ആവർത്തിച്ചു പറയുമ്പോൾ വേണമെങ്കിൽ മാനസാന്തരപ്പെടാമായിരുന്നു. പക്ഷേ അവൻ മാനസാന്തരപ്പെട്ടില്ല. അവന്റെ സ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറയണം. തൽക്കാലത്തേക്ക് നീ 30 വെള്ളിക്കാശൊക്കെ തൂക്കി മേടിച്ചോണ്ട് പോയാലും പിന്നത്തേതിൽ നിന്റെ കഥ വളരെ ദയനീയമാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണേ, ഈ കഷ്ടാനുഭവത്തിന്റെ ധ്യാനം, യേശുവിന്റെ ക്രൂശ് ഓർക്കുമ്പോൾ കൂടെ നിൽക്കുന്നവൻ ചതിവനാകാതിരിക്കാൻ, കൂടെ നിൽക്കുന്നവൻ വഞ്ചകനാകാതിരിക്കാൻ ഈ രാത്രി കരുതലോടൊരു സ്വോത്രം പറഞ്ഞേ. തള്ളി പറയാമെന്ന് അറിഞ്ഞോനെ കൊണ്ടാ പ്രാർത്ഥിക്കാൻ പോയേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ആവർത്തിച്ച് തള്ളിപ്പറയുന്നവനെ കൊണ്ട് ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ യേശുവിനറിയാം, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പേ ഇവൻ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. കഷ്ടാനുഭവം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഓർത്തോണം, നിനക്ക് വേണ്ടി ചാകാൻ ഞാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നവൻ അവസരം വന്ന നേരം പുലരും മുമ്പേ നിന്നെ തള്ളി പറയുമെന്ന് ഓർത്തോണം. ക്രൂശിനെ ധ്യാനിക്കുന്നവനെ അത് മനസ്സിലാകത്തുള്ളൂ. നിന്നെ പോലെ ഞാൻ നല്ലൊരാളെ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ തള്ളി പറഞ്ഞേക്കാം. ഗെത്സമനിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത ഏതോ ഒരു കൊല്ലന്റെ ആലയിൽ പ്രാർത്ഥിക്കുന്നവനെ ക്രൂശിക്കാൻ കൊല്ലൻ മെനക്കെട്ട് ഉറക്കളച്ചിരുന്ന് 3 കാരിരുമ്പാണി തയ്യാറാക്കുകയാ. എട്ടിഞ്ച് നീളമുള്ള, സാധാരണ കടയിൽ കിട്ടത്തില്ല, അതിവൻ രാത്രി ഉണ്ടാക്കുകയാ. നീ മുട്ടുമടക്കുമ്പോ ഓർത്തോണം, നിന്റെ ദൃശ്യമണ്ഡലത്തിൽ അല്ലാത്ത ഏതോ അദൃശ്യ മണ്ഡലത്തിൽ നിന്നെ തകർക്കാൻ കരുക്കളൊരുക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. മറ്റേതോ ഒരു തച്ചന്റെ വീട്ടിൽ ഒരു തച്ചന്റെ മകനെ ക്രൂശിക്കാൻ ആശാരി മെനക്കെട്ട് ചിന്തേരിട്ട് ക്രൂശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഗെത്സമനെ ധ്യാനിക്കണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണ ഓർത്തോണം, നീ ദൃശ്യമണ്ഡലത്തിൽ കാണാത്ത എന്തൊക്കെയോ അദൃശ്യ മണ്ഡലത്തിൽ ശത്രു നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പക്ഷെ പേടിക്കരുത്, സ്വർഗം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി കരം ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ ഈ രാത്രി ജനം ദൈവത്തെ ആരാധിക്കട്ടെ. ചില പോരുകൾ അഴിയുകയാ അദൃശ്യ മണ്ഡലത്തിൽ. ദൈവമക്കൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, സഭയ്ക്കെതിരെ, ശുശ്രൂഷക്കെതിരെ അണിയറയിൽ കരുക്കളൊരുക്കുന്ന ചില വ്യാപാരങ്ങളുടെ നേരെ ഈ രാത്രി യേശുവിന്റെ കരം ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാപം ഏറ്റെടുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ക്രൂശ് തയ്യാറാകുന്നു, ഇരുട്ടിന്റെ മറവിൽ ആണി തയ്യാറാകുന്നു. മറ്റേതോ ഒരു വീട്ടിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടയുക. എൻ്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നമ്മൾ ഈ വഴിയിലൊക്കെ കാണുന്ന ആ വെള്ള പെയിന്റ് അടിച്ച ആ തലയുടെ മണ്ടക്കിരിക്കുന്ന തൊട്ടാവാടി മുള്ളു പോലെ 3 റൗണ്ട് കറങ്ങിയിരിക്കുന്ന അല്ല യേശുവിന്റെ തലയെ വെച്ചത്. പകുതി വള്ളിയും പകുതി മുള്ളും അല്ലായിരുന്നു. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ.
അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി ആ. വാറുകൊണ്ട് അടുപ്പിച്ചു. ആ. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വള്ളി കൊണ്ട് കിരീടം മെടഞ്ഞെന്നല്ല, മുള്ളുകൊണ്ട് കിരീടം. 173 മുള്ളുകൾ ചേർത്ത് വെച്ച്, ഇങ്ങനെ റൗണ്ടിലുള്ളതല്ല, തല മൂടിയിരിക്കുന്ന രാജാക്കന്മാരുടെ കിരീടം. ഒരു മുള്ളു ദേഹത്ത് കൊണ്ടാൽ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു മുള്ളു ദേഹത്ത് കൊണ്ടാൽ, ഷാജി പാർഷെ, ഒരു മുള്ളു ദേഹത്ത് കൊണ്ടാൽ മരുഭൂമിയിലെ തേളുണ്ട്, മരുഭൂമിയിലെ തേള്. മരുഭൂമിയിലെ തേള് നമ്മുടെ കൂട്ടുള്ള തേളല്ല, ഉഗ്രവിഷമുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ തേള് കുത്തിയാൽ 24 hours കട്ട് കഴിക്കും ദേഹം, നേരത്തോട് നേരം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് കടിച്ചാൽ നാളെ രാവിലെ 6 മണിക്ക് ആ പരിപാടി തീരും. പക്ഷെ ഇതങ്ങനല്ല. പ്രീസലോ, ഏതാണ്ട് 36 മണിക്കൂർ മനുഷ്യൻ ഉരുളുന്ന, കട്ട് കഴിക്കുന്ന, എല്ലാ സന്ധികളിൽ വേദന ഉണ്ടാക്കുന്നതാണ് മരുഭൂമിയിലെ തേള്. അപ്പൊ ഒരു മുള്ളു കൊണ്ടാൽ ആ തേള് കുത്തുന്ന വേദനയാണ്. അങ്ങനത്തെ 173 മുള്ളുകൾ ചേർത്ത് ഒരു കിരീടം മെടഞ്ഞു. നമ്മളിവിടെ കാണുന്ന സാധനമല്ലത്. മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞ് തലയിൽ വെച്ചിട്ട് റോമൻ പട്ടാളക്കാര് ദാക്ഷിണ്യമില്ലാതെ കോലുകൊണ്ട് കിരീടത്തിന് മണ്ടയ്ക്ക് അടിച്ചു. അടിച്ചപ്പോ മുള്ളുടഞ്ഞെന്നല്ല, ആ മുള്ള് തലയോട്ടിക്കിരിച്ചകത്തോട്ടിറങ്ങി. 173 മുള്ളുകളിൽ 53 മുള്ളുകൾ തലയോട്ടിക്കിരിച്ചിറങ്ങി. രാത്രി കാൽവറിയെ നീ ധ്യാനിക്കണം. നിന്നെ കൃപയിൽ കൊണ്ടുവരാൻ, നിന്റെ നിത്യത ഉറപ്പിക്കാൻ, നിന്റെ പാപം ക്ഷമിക്കാൻ, നിനക്ക് സ്വർഗരാജ്യം ഒരുക്കാൻ, നിന്റെ രക്ഷ ഉറപ്പാക്കാൻ എന്റെ യേശു എന്ത് സഹിച്ചെന്ന്. ഓ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ആരോ മുൾക്കിരീടം മെടയുകയാണ്. മറ്റൊരു മണ്ഡലത്തിൽ ഒരിടത്ത് ക്രൂശുണ്ടാക്കുന്നു, ഒരിടത്ത് കാരിരുമ്പാണി ഉണ്ടാക്കുന്നു, ഒരിടത്ത് മുൾക്കിരീടം മെടയുന്നു. തീർന്നില്ല. മറ്റാരോ കുറെ പേര് ചേർന്ന് ചാട്ടവാറുണ്ടാക്കുകയാ. അതേ മുള്ളു പിടിപ്പിക്കുന്നു, അതേ അസ്ഥി പിടിപ്പിക്കുന്നു, ഈയക്കട്ടി പോലുള്ള കട്ടികൾ പിടിപ്പിക്കുന്നു. ഇതെല്ലാം കുറ്റവാളിയെ അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ചാട്ടവാർ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊന്ന് കൈയടിക്കാനൊക്കെ എന്തോ പ്രയാസം, നമുക്കൊരു ഹല്ലേലൂയ പറയാൻ എന്തോ പ്രയാസമാണ്. നമ്മുടെ കരം മേടിച്ച്, നമ്മുടെ ടാക്സ് മേടിച്ച്, നമുക്ക് റോഡിനകത്ത് 2 സൈഡ് 2 വര, പണ്ടത്തെ റോഡ് തന്നെയാണ്, അതിനകത്ത് 2 വെള്ളവര വരച്ചപ്പോൾ അത് ഹൈവേ ആയി. എന്നിട്ട് നമുക്ക് വികസനമാണെന്നാണ് പറയുന്നത്. ഞാനിതൊന്നും എതിരല്ല, നമ്മുടെ വികസനം. ഞാൻ 88 ഇവിടെ വരുമ്പോഴും റോഡുണ്ട്. ഇപ്പോൾ ആ റോഡിന് 2 വരയൂടെ വരച്ചപ്പോൾ അതെന്തായി? ഹൈവേ ആയി. ഹലോ, യേശു 2 വര വരച്ചല്ല കേട്ടോ, നഷ്ടപ്പെട്ട പറുദീസ മടക്കി കിട്ടാൻ. പാപത്തിന്റെ പരിണിത ഫലമായി മരണമെന്ന ഘോരമായ വിപത്തിനെ നേരിട്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നതിന്റെ യേശു നിനക്ക് വേണ്ടി എന്ത് സഹിച്ചെന്ന് ഇന്ന് രാത്രി ഒന്ന് ഓർത്തിട്ട് നീ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് ഈ രാത്രി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ. യേശു എന്താണ് നിനക്ക് വേണ്ടി ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്നെ പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളം റെഡിയാക്കുകയാ. ആരോ കുറച്ചുപേര് കല്ലുകൊണ്ട് വെട്ടിയിറക്കിയ, കല്ലിനകത്ത് കൊത്തിയിറക്കിയ ഈ കൊച്ചു മുറിക്കകത്ത് 2 കുഴികളുണ്ട്, പാറയിൽ കൊത്തിയേക്കുന്നേ. ആ കുഴിയിൽ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് കലക്കി ലായനി ഉണ്ടായിക്കൊണ്ടിരിക്കുക, അടിക്കാനുള്ള ചാട്ടവാർ മുക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ ചില പട്ടാളക്കാരെ സെലക്ട് ചെയ്യുക. നിങ്ങൾ വേണം ചാട്ടവാറിനടിക്കാൻ, നിങ്ങൾ വേണം ആണിയടിക്കാൻ, നിങ്ങൾ വേണം മുൾക്കിരീടം വെക്കാൻ, നിങ്ങൾ വേണം കോലുകൊണ്ടടിക്കാൻ. പല ഡിപ്പാർട്ട്മെന്റുകളെ ഏൽപ്പിച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കണം കേട്ടോ, നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തെന്ന്. ഹല്ലേലൂയ. ഇവിടെ വന്ന ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 5000 പേരും കൂടെ മാലയിട്ട് ദൈവമാക്കിയ ആളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
ഹല്ലേലൂയ. അവൻ ഇവിടെ വരുന്നതിന് മുമ്പേ ദൈവമായിരുന്നു. അതാ ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നേ. അതാണ് പൗലോസ് പറഞ്ഞത്, അവൻ ദൈവമായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ വന്ന് ആരെങ്കിലും തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ ദൈവമല്ല, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ താണലോകത്തിൽ വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായത്. അനുസരണക്കേടിനാൽ ദൈവിക ബന്ധത്തിൽ നകന്നുപോയ മാനവജാതിയെ തിരികെ കൊണ്ടുവരാൻ സ്വർഗത്തിന്റെ പദ്ധതി തന്റെ മടിയിൽ പ്രമോദിച്ച, സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ച, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദഹിപ്പിക്കുന്ന അഗ്നിയായ, താൻ മാത്രം അമർച്ചതയുള്ളവനായ യേശുവിനെ ഇപ്പോൾ പീലാത്തോസ് പുറത്തു കൊണ്ടുവന്നു. എങ്ങനെ പുറത്തു കൊണ്ടുവന്നേ? മുൾക്കിരീടം ധരിച്ച്, ധൂമ്രവസ്ത്രം ധരിച്ച്, ഓ ഹല്ലേലൂയ, ചമ്മട്ടിക്കടി കൊണ്ട്. വെളിയിൽ നിൽക്കുന്ന ആളിനെ കണ്ടപ്പോൾ യഹൂദനും മനസ്സിലായില്ല. കാരണം അകത്തോട്ട് പോയ യേശു ഗെഥസമനെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയ യേശു ആയിരങ്ങളിൽ സുന്ദരനായിരുന്നു, 10,000ങ്ങളിൽ സുന്ദരനായിരുന്നു. വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ഉലകത്തിലെ ഏക മനുഷ്യൻ നമ്മൾ ആരാധിക്കുന്ന യേശുവായിരുന്നു. അവനൊപ്പം പറയാൻ ആരുമില്ല. ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് നെടുമ്പുറത്ത് കൊണ്ടുവന്ന് 800 കോടി ജനത്തെ നിർത്തിയാൽ എൻ്റെ യേശുവിൻ്റെ 7 അയലോക്കത്ത് വരത്തില്ല. അവൻ അത്ര സുന്ദരനായിരുന്നു. ഈ രാത്രി ആരാധിക്കാൻ അവൻ യോഗ്യനാ. അവനൊപ്പം പറയാൻ ആരുമില്ല. ചേർന്ന് ദൈവത്തെ ആരാധിച്ചേ. ആയിരങ്ങളിൽ സുന്ദരനായവൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇറങ്ങി വന്നപ്പോൾ മുൾക്കിരീടം ധരിച്ച്, മുഖത്തെ രോമങ്ങൾ കൂട്ടമായി പിഴുതുപറിച്ച്, കാർക്കിച്ച് കോളാമ്പിയിൽ തുപ്പലിടുന്നത് പോലെ മുഖം മുഴുവൻ പട്ടാളക്കാർ കാർക്കിച്ച് തുപ്പി, നിന്ന സഹിച്ച്, അപമാനിക്കപ്പെട്ട്, കസാറയില്ലാതെ കസാറയിലിരിക്കുന്നത് പോലെ കയ്യിലൊരു ഞാങ്ങളുടെ കമ്പ് പിടിപ്പിച്ച് പരിഹസിച്ച് മുട്ടുകുത്തി പറഞ്ഞ യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് അപമാനിച്ചവൻ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, ആ മനുഷ്യൻ ഇതാണ്. ഇന്ന് രാത്രി സ്റ്റേജില് നമ്മുടെ സ്കറിയ പാസ് പറഞ്ഞ് PC ചെറിയാൻ പാസ് പ്രസംഗിക്കുക. എന്നെ നിങ്ങളെല്ലാം 88 തൊട്ട് കാണുന്നത്. അപ്പൊ കയറി വന്നിരിക്കുമ്പോൾ ഞാൻ ആ രൂപത്തിലല്ലെങ്കിൽ നിങ്ങൾ പറയാം, അയാളെ ഇറക്കി വിടും, PC ചെറിയാൻ പാസ് പറയാൻ പറയും. കാരണം നിങ്ങൾ കണ്ട ആളല്ല കയറി വന്നേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യഹൂദന്മാരുടെ മുമ്പിൽ യേശുവിനെ കൊണ്ടു നിർത്തിയപ്പോൾ അവരകത്തോട്ട് കയറ്റി വിട്ട ആളല്ല പുറത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി. കോമളത്വമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. അപ്പൊ ജനം പറഞ്ഞു, ഇവനെ വേണ്ട, യേശുവിനെ കൊണ്ടുവാ, അവനെ ക്രൂശിക്കണം. ദയനീയമായി പീലാത്തോസ് പറഞ്ഞു, ആ മനുഷ്യനായത്. ഒരു ഹല്ലേലൂയ പറയണം. നിങ്ങൾ അകത്തോട്ട് കയറ്റിവിട്ട ആ സുന്ദരനുണ്ടല്ലോ, ആ മനുഷ്യനെ ഇപ്പൊ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ മുമ്പിൽ നിൽക്കുന്നത്. ഇതൊരു പ്രവചനത്തിന് നിവൃത്തിയാകട്ടോ. ഗ്രീസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പട്ടണത്തിൽ, ഉന്നതമായ ശാസ്ത്രജ്ഞന്മാർ ജീവിച്ച പട്ടണത്തിൽ, ഗ്രീസിന്റെ തെരുവിലൂടെ ഡയോജനസ് എന്ന് പറയുന്ന ശക്തനായ ശാസ്ത്രജ്ഞൻ ഒരു നട്ടുച്ച നേരത്ത് ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തലയിൽ വെച്ചുകൊണ്ടിങ്ങനെ റോട്ടിൽ കൂടെ നടന്നപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന പറഞ്ഞ മാന്യരായ ബഹുമാന്യരായ ആളുകൾ വന്ന് ചോദിച്ചു, അല്ലയോ ഡയോജനസേ, ഈ നട്ടുച്ച നേരത്ത് എന്തോ ഭ്രാന്താ കാണിക്കുന്നത്? സൂര്യൻ കത്തിയഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഈ സമയത്ത് ഈ റാന്തൽ വിളക്ക് കൊണ്ട് പട്ടണത്തിൽ നടക്കുന്ന എന്താ? ആ മനുഷ്യൻ വളരെ ശക്തമായി പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുക. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങളാരും മനുഷ്യരല്ലേ? 2 കൈയില്ലേ, 2 കാലില്ലേ, മുഖമില്ലേ, കണ്ണില്ലേ, മൂക്കില്ലേ, ചെവിയില്ലേ, വായില്ലേ, ഞങ്ങൾ മനുഷ്യരല്ലേ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനുഷ്യരൂപമുള്ളവരാണ്, ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ അന്വേഷിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ലോകം മുഴുവൻ ആദാമ്യവർഗത്താൽ പാപം വന്ന് ദൈവരൂപം നഷ്ടപ്പെട്ട് അന്നു മുതൽ ലോകം ഒരു മനുഷ്യനെ അന്വേഷിക്കുക. ഇപ്പൊ പീലാത്തോസ് പറഞ്ഞ, ലോകമേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യൻ ഇത്. അവരല്ലേ പറഞ്ഞാട്ട് ഇന്ന് രാത്രിയിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നിന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശേ കയറിയവൻ, നിന്റെ ശാപം ചുമന്നുകൊണ്ട് ക്രൂശേ കയറിയവൻ, നിനക്ക് വേണ്ടി മറുവിലയാഗമായവൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച്, പ്രിയരേ, ആ മനുഷ്യനിതാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ക്രൂശ് മാറിപ്പോണേന്ന് യേശു പ്രാർത്ഥിച്ചിട്ടില്ല. തെറ്റിദ്ധരിക്കൽ. കരിമ്പാണി കയ്യേൽ അടിക്കല്ലേ എന്ന് യേശു പ്രാർത്ഥിച്ചില്ല. മരണം നീങ്ങിപ്പോകണമെന്ന് യേശു പ്രാർത്ഥിച്ചില്ല. യേശു വന്നത് മരിക്കാനാ. നമ്മളൊക്കെ വന്നുകൊണ്ട് മരിക്കുക. ഒരല്ലേ പറയണം, നമ്മളൊക്കെ ജനിച്ചുകൊണ്ട് മരിക്കുക. ഇവിടെ മരിക്കാൻ ഒരാളെ ജനിച്ചുള്ളൂ, അത് യേശുവാ. മരിക്കാനായി ജനിച്ചതാ. യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ക്രൂശ് മാറാനല്ല, മരണം മാറാനല്ല. ആദാമ്യവർഗത്താൽ ഉളവായ മനുഷ്യരാശിയുടെ പാപത്തിന് നുരഞ്ഞു പതയുന്ന മ്ലേച്ഛതയുടെ പാനപാത്രം ഉലകത്തെ നോക്കി വെല്ലുവിളിച്ച യേശു, നിങ്ങളിൽ ആർക്ക് എന്റെ ഒരു പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് വെല്ലുവിളിച്ച ഒരേ ഒരാൾ യേശുവാ. പാപം ചെയ്തിട്ടില്ലാത്ത യേശു, പാപം ഒഴുകി എല്ലാത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട യേശു, പാപമെന്ന പാനപാത്രം കുടിക്കാൻ വരുമോ പറഞ്ഞ്, കഴിയുമെങ്കിൽ ഈ പാപത്തിന്റെ, ശാപത്തിന്റെ, മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ ഈ പാനപാത്രം ഒന്ന് ഒഴിച്ചിട്ട് എന്റെ മരണം കൊണ്ട് മനുഷ്യന് പരിഹാരം വരുമെങ്കിൽ അത് സ്വീകരിക്കാം. ഈ പാനപാത്രം നീങ്ങണം. പിതാവ് പറഞ്ഞു, പാപമില്ലാത്ത പരിശുദ്ധനായ പുത്ര, നീ ഇത് കുടിച്ചെങ്കിലേ മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമുള്ളൂ. അപ്പൊ പുത്രൻ പറഞ്ഞു, ഞാനിത് കുടിക്കാതെ മനുഷ്യന്റെ പാപം നീങ്ങിക്കൂടാ എന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമല്ല പിതാവേ, നീ ഇച്ഛിക്കും പോലെ നടക്കട്ടെന്ന് പറഞ്ഞ് എനിക്കും നിനക്കും വേണ്ടി അത് കുടിക്കുകയായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ പാപം, അത് യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ പീലാത്തോസും പത്രോസും എഴുതിയത് ക്രൂശ് ചുമന്നുകൊണ്ട് പോയെന്നല്ല, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. കൈയടിച്ചല്ലേ പറഞ്ഞേ, യേശു ക്രൂശിന്മേൽ കയറിയത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു നിമിഷം കൂടെ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഇതിനകത്ത് ദൂത് പറയുമ്പോൾ, നിന്റെ സകലവിധമായ പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ ചുമന്നുകൊണ്ടാണ് എന്റെ യേശു കാൽവറിയിലേക്ക് പോയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരേലും ഫ്ലൈവുഡ് കൊണ്ടുണ്ടാക്കി ചുമ്മിക്കൊണ്ട് നടക്കുന്ന ക്രൂശല്ല യേശുവിന്റെ. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ ആരോഗ്യമുള്ള ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ടുണ്ടാകത്തുമില്ല. കാരണം ആ ക്രൂശിന്റെ ഭാരം തടിയുടെ വെയിറ്റ് അല്ല, പാപത്തിന്റെ ഭാരമാ. സ്തോത്രം പറയണം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരമാ ക്രൂശേല്, നമ്മുടെ ശാപത്തിന്റെ ഭാരമാ ക്രൂശേല്, നമ്മുടെ രോഗത്തിന്റെ ഭാരമാ ക്രൂശേല്. അതാർക്കും ചുമക്കാൻ കഴിയത്തില്ല. അത് ചുമക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, യേശു മാത്രം. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവൻ എന്റെയും നിങ്ങളുടെയും മുഴുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട്? ഹല്ലേലൂയ. ഈ ചാട്ടവാറിനുള്ള അടി സാധാരണ ലഭിച്ചാൽ ഏത് മനുഷ്യന്റെയും അസ്ഥികൾക്ക് ക്ഷതം സംഭവിക്കും. സാധാരണ 39 അടിയാണ് യഹൂദൻ അടിക്കുന്നത്, എണ്ണി. പക്ഷേ 10 അടി പോലും ഏക്കാൻ സാധാരണക്കാർ കഴിയത്തില്ല. അതിനു മുമ്പേ അടി കൊള്ളുന്നവൻ അടികൊണ്ട് ചാകും. ഇതേലെ ഈയക്കട്ടികളും അസ്ഥിയുമൊക്കെ കൊണ്ട് പല അസ്ഥികൾ ഒടിയും. പക്ഷേ പ്രവചനം, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ
ചാട്ടവാറിനല്ല, ബുൾഡോസർ കയറ്റിയാൽ ആമേൻ. അസ്ഥി അവന്റെ ഒടിയത്തില്ല. കാരണം അവന്റെ ജീവിതവും അവന്റെ മരണവും വചനമനുസരിച്ചായിരുന്നെങ്കിൽ, വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനെ തകർക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എൻ്റെ പ്രിയരെ, നിനക്ക് വേണ്ടി അവൻ സഹിച്ചത്. ഒരു കോടതിയിലും അവന് നീതി ലഭിച്ചില്ല. നീതിരഹിതമായൊരു വിധി. ഈ അധ്യായത്തിന് 2 വാക്യം കിടക്കുകയാണ്. ഇപ്പൊ വായിച്ച താരത്തെ വാക്യത്തിൽ 2 വാക്യവും ന്യായാധിപൻ പറയുകയാണ്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ന്യായാധിപൻ 2 പ്രാവശ്യം പറഞ്ഞിട്ടും കുറ്റമില്ലാത്തവനെ ക്രൂശിക്കാൻ കൊടുക്കുന്ന ലോകം. കോടതികളുടെ അവന് ന്യായം കിട്ടിയില്ല. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പോയി, ന്യായം കിട്ടിയില്ല. അമ്മായിയപ്പനും മരുമോനും മാറി മാറി ഭരിക്കുക, കയ്യപ്പാവും ഹന്നാവും. അമ്മായിപ്പൻ മാറിയാ മരുമോൻ കയറും, മരുമോൻ മാറിയാ അമ്മായിപ്പൻ കയറും. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അന്നും അങ്ങനെയൊക്കെയാ. കയ്യപ്പാവ് മാറിയാൽ പകരം കയറുന്നത് ഹന്നാവ്, ഹന്നാവ് മാറിയാൽ പകരം കയറുന്നത് കയ്യപ്പാവ്. കയ്യപ്പാവിന്റെ കോടതിയിലാണ് ആര് വിസ്തരിക്കപ്പെട്ടെ? യേശു വിസ്തരിക്കപ്പെട്ടെ. പക്ഷെ പാട്ടെഴുതിയപ്പോൾ നമ്മുടെ പാട്ടുകാർക്ക് പാടാനൊരു സൗകര്യത്തിന് വേണ്ടി എഴുതിയപ്പോൾ, കന്നാസിൻ അരമനയിൽ മന്നവ നീ വീതിക്കപ്പെട്ടു. വാസൻ എഴുതേണ്ടിരുന്ന കയ്യപ്പാവിൻ എന്നാ എഴുതണ്ടേ? ചൂട് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പാട്ടുകാരൻ മാറ്റിയതാ. മനസ്സിലാകുന്നുണ്ടോ? സോമൻ പാസ്റ്റർ ഭയങ്കര പാട്ടുകാരനൊക്കെയാ. പാട്ടുകാരൻ മാറ്റിയതാ. കയ്യപ്പാവിന്റെ അരമനയിലാ വിധി നടന്ന്. പ്രീസലോ. നമ്മൾ പിന്നെ ട്യൂണ് കിട്ടാൻ എങ്ങനെ ഒപ്പിച്ച് പാടുവല്ലോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. എങ്ങനെയും പാടുന്നുണ്ടല്ലോ. കോടതികളെല്ലാം കൈവിട്ടു. അകത്തെ കൽത്തളത്തിക്കൊണ്ടുപോയി കഴുത്തറുത്ത് മാറ്റി ഒരു ആട്ടുകുട്ടിയുടെ തോലുരിച്ചിട്ട് ഈ ഇറച്ചിക്കടക്കാരന്റെ പുളിത്തണ്ടിന്റെ മണ്ടയ്ക്ക് വെച്ച് മാംസം കണ്ണമായി അരിയുന്നത് പോലെ അകത്തെ കൽത്തളത്തിൽ കൊണ്ടുപോയി യേശുവെന്ന ദൈവത്തിന്റെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടിനെ ചാട്ടവാറിനെ അടിച്ച് ഒരാട്ടുംകുട്ടിയെ അരിയുന്നത് പോലെ അരിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്ത് സ്തുതിക്കണം കേട്ടോ. ആർക്കും വേണ്ടാത്ത, ഒരു കണ്ണിന് ദയയില്ലാത്ത വഴിയോരത്ത് ആരോ കൈവിട്ട് കിടന്ന മരണതുല്യമായ അനുഭവത്തിൽ കിടന്ന PC ചെറിയാനെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗകനാക്കി നിർത്താൻ എൻ്റെ കർത്താവ് അനുഭവിച്ചത് എന്താണെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഈ പ്രായമൊക്കെ മറന്ന് അങ്ങനെ ഓടുന്നതിൻ്റെ കാരണം. എനിക്കറിയാം എന്നെ ഞാനാക്കാൻ അവൻ എന്താ സഹിച്ചതെന്ന്. ഇന്ന് രാത്രി നിന്നെ നീയാക്കി തീർക്കാൻ, നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിക്കാൻ, നിന്റെ തലമുറയുടെ ബന്ധനമഴിക്കാൻ, നിനക്ക് വിരോധമായി പിശാച് കെട്ടിയ എല്ലാ ആഭിചാരങ്ങളുടെ ദോഷമഴിക്കാൻ എന്റെ കർത്താവ് എന്താണ് അനുഭവിച്ചതെന്ന് നീ രാത്രി ഒരു നിമിഷം ധ്യാനിച്ചാൽ നിനക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ ചാട്ടവാറിന്റെ അടി കഴിഞ്ഞിട്ട് തോളത്തെ ഒരു പച്ച പൈൻമര കുരിശ് കൊടുത്ത് ഈ ഗബത മുതൽ ഗാഗുൽത്ത വരെയും പോകുകയാണ്. ഗാഗുൽത്തയുടെ കൊടുമുടിയിൽ കൊണ്ടുപോയി 2 കൈകളിൽ കാല് 2 ചേർത്ത് വെച്ച് 3 കാരിരുമ്പാണി അടിച്ചു തറച്ച് ക്രൂശുമായി ബന്ധിച്ച ശേഷം 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. യേശുവിനെ കൊലപാതകം ചെയ്ത് അല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു നല്ല സുബോധത്തിൽ ഈ അടിയെല്ലാം കൊണ്ടിട്ട് മരിക്കാനായി ക്രൂശി കിടക്കുമ്പോൾ പറയേണ്ടതെല്ലാം പറഞ്ഞു, പറയേണ്ടിയവരോടെല്ലാം പറഞ്ഞു. തൻ്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു, ദൈവദാസ പാടി അവസാനിപ്പിച്ച് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. മനുഷ്യൻ എന്ന നിലയിൽ ഈ ഉലകത്തിൽ അവതരിച്ച യേശു
മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്യാൻ പിതാവ് തന്നെ എന്തെല്ലാം ഏൽപ്പിച്ചോ അതെല്ലാം നിവർത്തിയായി. ഒരല്ലെ പറഞ്ഞേ, ഒന്നും ശേഷിപ്പിച്ചില്ല, എല്ലാം നിവർത്തിയായി. നല്ല അല്ലൊലിയ പറയണം. ഇനി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഇവിടം മുതൽ റാന്നി വരെ മെഴുകുതിരി കത്തിക്കണ്ട. നീ വീടിന്റെ മണ്ടയ്ക്ക് കസാറ വെച്ചും വെച്ച് അതേ വെള്ളം വിരിച്ച് ഫോട്ടോ വെക്കണ്ട. നീ മുട്ടയെ വലിയണ്ട, പള്ളിക്ക് ഉറ്റു ഉരുളണ്ട, പിടിപ്പണം മാരണ്ട, എണ്ണ പകരണ്ട, സാമ്പ്രാണി കത്തിക്കണ്ട, കോഴിയെ വെട്ടണ്ട, കുരുതി കഴിക്കണ്ട, ഉരുളി കമത്തണ്ട, നടയെടുക്കണ്ട. നീ ഇന്ന് രാത്രി എന്റെ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഓ രക്തത്താലെ ജയം. ഹല്ലേലൂയ. നല്ല സുബോധത്തിൽ പറയേണ്ടതെല്ലാം പറഞ്ഞ്, പറയേണ്ടവരോടെല്ലാം പറഞ്ഞ്, എല്ലാം നിവർത്തിയായിട്ട് പറഞ്ഞ്, പിതാവേ എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. രണ്ട് കൈ നീട്ടി പിതാവ് ആ പ്രാണനെ അങ്ങോട്ട് ഏറ്റു. ഏറ്റപ്പോ പറഞ്ഞു, അടുത്ത ദിവസം തിരിച്ചു തരണം. അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് മേടിക്കാനാ. ഒരല്ലേലിയ പറയണം. യേശു മരിച്ച് കല്ലറയിൽ അരിമത്തിയിലെ യോസഫും നിക്കോദീമോസും കൂടെ ചേർന്ന് കൊണ്ട് അടക്കി. നിക്കോദീമോസ് ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹം ഒരു രാത്രിയിലാണ് ഈ തച്ചന്റെ വീട്ടിൽ വന്ന് തച്ചന്റെ മോനെ കാണുന്നത്. അദ്ദേഹം വലിയ ശാസ്ത്രീയ, അദ്ദേഹം ഉന്നത കുല ജാതന, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ളവന്, അവരുടെ കൂടുതൽ പ്രമാണിയാ. പ്രൈസലോ. പക്ഷെ പ്രമാണിക്ക് മനസ്സിലായി, ഞാൻ പ്രമാണിയാണെന്നേ ഉള്ളൂ, പക്ഷേ 30 വയസ്സുകാരനിൽ എന്തോ സംഭവമുണ്ട്. കാരണം ഇന്നലെ കാനാവിലെ കല്യാണത്തിന് പുള്ളി ക്ഷണിക്കപ്പെട്ട് അവിടെ പോയിരുന്നു. പച്ചവെള്ളം വീഞ്ഞാക്കിയത് പുള്ളി അനുഭവിച്ചു. അതുകൊണ്ട് രാത്രി വന്ന് ചോദിച്ചു, ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടല്ല, അത് ചെയ്യാനൊക്കത്തില്ല. വേണമെങ്കിൽ കർത്താവിന് ഇവനെ കൂടെ ശിഷ്യനാക്കായിരുന്നു. ഒരു അല്ലലിയെ പറഞ്ഞ്. പക്ഷേ അരാമ്യ ഭാഷ പോലും ശരിക്കറിയത്തില്ലാത്ത ഗലീലക്കാരെ മൊത്തം ശിഷ്യരാക്കി. ഈ പുള്ളിക്ക് 3-4 ഭാഷ അറിയാം. പുള്ളി അവളോട് പറഞ്ഞു, നീ പോയി പുതുതായിട്ട് ജനിക്കാൻ പറഞ്ഞു. ഒരല്ലേ പറഞ്ഞേ, ഇതിനകത്ത് നീ ഏത് ശാസ്ത്രിയാണെങ്കിലും ഞാനത് ആവർത്തിച്ച് പറയുക, നീ പുതുതായി ജനിക്കണം. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. അത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ നിക്കോദീമോസും യോസഫും കൂടെ ചേർന്ന് നല്ല നിർമ്മലശീല മേടിച്ച് നിർമ്മലശീലയ്ക്കകത്ത് യേശുവിനെ ക്രൂശിൽ നിറക്കി കിടത്തി. 100 റാത്തൽ സുഗന്ധം, വില നിങ്ങൾ കൂട്ടിയാൽ മതി. 1 റാത്തൽ സുഗന്ധം നമ്മുടെ മറിയ യേശുവിന്റെ കാലേ പൂശിയതിന് 300 വെള്ളിക്കാശ യൂത ഇട്ട വില. അങ്ങനെയാണെങ്കിൽ 100 റാത്തലിന് എന്തോ വിലയാന്ന് കൂട്ടിയാൽ മതി. 100 റാത്തൽ സുഗന്ധം ദേഹത്ത് പൂശി ആ ബോഡി പൊതിഞ്ഞ് റൂമാല് കൊണ്ട് മുഖം മറച്ച് യോസഫും നിക്കോദീമോസും കൂടെ കൊണ്ടുപോയി അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കി. വലിയ കല്ലുരുട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ യേശു ആ നിർമ്മലശീല അങ്ങോട്ട് ചുരുട്ടി വെച്ചിട്ട് ആ റൂമാൽ അങ്ങോട്ട് അഴിച്ചു വെച്ചിട്ട് നേരെ പാറകളെ പിളർന്ന് കല്ലറകളെ ഭേദിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു കൈയും കെട്ടി ആ വിരലും ഇങ്ങനെ കൂട്ടിക്കെട്ടി അവിടെ ഇരിക്കാന്നാരും ധരിക്കല്ലേ. യേശു മരണത്തെ ജയിച്ച് തേജസ് അങ്ങോട്ട് വാരി ചുറ്റി അവൻ മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കയറി വന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ പാതാളത്തിൽ കിടന്ന അബ്രഹാമിന്റെ മടിയെന്നറിയപ്പെട്ടടുത്ത് കിടന്നവരോടും യേശു സുവിശേഷം പറഞ്ഞു. ജീവിച്ചിരുന്നവരോട് സുവിശേഷം പറഞ്ഞു, മരിച്ചവരോട് സുവിശേഷം. അതുകൊണ്ടാണ് മരിച്ചവർക്കും ജീവികൾക്കും ന്യായം വിധിപ്പാൻ അധികാരമുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവ. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ മറിയ കരഞ്ഞുകൊണ്ട് വാതുക്കെ നിൽക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിച്ച ചോദ്യം, സ്ത്രീയേ നീ എന്തിനാ കരയുന്നത്? ഉത്തരം, കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. ശ്രദ്ധിച്ചേ, ഞാന് നിനക്ക് വേണ്ടി ഇന്നലെ അലറിക്കരഞ്ഞ പ്രാണനെ വിട്ട് ഞാൻ അലറിക്കരഞ്ഞുകൊണ്ട് നീ ഇനി കരയണ്ട. എന്നിൽ വിശ്വസിച്ചാൽ നീ ഇന്ന് രാത്രി കരയുന്ന മുഴുവൻ വിഷയത്തിനും മറുപടി തരാൻ ഞാൻ മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇതിനകത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ നിന്നെ കരയിപ്പിക്കുന്ന വിഷയം എന്തു തന്നെയായാലും യേശു ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അല്ലെ ലോകത്തിലുള്ള ആരെക്കാളും വലിയവനാണ് എന്റെ കൂടെ എന്ന് ഉറപ്പുള്ളവന് പറ ധൈര്യത്തോടെ. എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അവൻ മതിയായവനോ.
അപ്പം മറിയ ബഹുമാനത്തോടെ യേശു അത് തിരിച്ചറിഞ്ഞപ്പോൾ ഉയർപ്പിന്റെ ശരീരവുമായി കയറി വരുന്ന യേശുവിനെ റബൂനി എന്ന് പറഞ്ഞ് തൊടാൻ ചെല്ലുമ്പോൾ യേശു പറഞ്ഞു, ഇപ്പൊ എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്ന യാത്രയിൽ കരഞ്ഞുകൊണ്ട് നിന്നേ ഉള്ളൂ. ഏത് വലിയ ദൗത്യമാണെങ്കിലും കരയുന്നവരെ കണ്ടാൽ യേശു മറികടക്കത്തില്ല. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത സന്തോഷമുണ്ടല്ലേ നീ പറഞ്ഞേ, തിരക്കേറിയ യാത്ര സ്വർഗത്തിലോട്ട് പോകുകയാ പിതാവിന്റെ അടുക്കൽ. പക്ഷെങ്കിൽ യേശു ഹല്ലേലൂയ അവിടെ നിന്നിട്ട് യേശു പറഞ്ഞ സ്ത്രീയെ കരയണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നെ തൊടല്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ യേശു സ്വർഗത്തിലേക്ക് പോയി, രഹസ്യമായി പോയി. അതുവരെ അബ്രഹാമിന്റെ മടിയിലുണ്ടെന്ന യോഹന്നാൻ സ്നാപകൻ വരെയുള്ള സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അവിടെ ആക്കിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 40 ദിവസം കഴിഞ്ഞ് എല്ലാവരും കാങ്കെ ഒലൂമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. ഒരല്ലേലൂയ പറഞ്ഞു. ഇനി യേശു ഇതുപോലെ രണ്ടായിട്ട് വരും. ഒന്ന് രഹസ്യമായിട്ട് വരും, അത് സഭ മാത്രമേ അറിയത്തുള്ളൂ. അത് ഈ ഭൂമിയിലോട്ട് വരത്തില്ല, മധ്യാകാശം വരെ വരത്തുള്ളൂ. മധ്യാകാശത്ത് വരുമ്പോൾ 3 കാര്യം നടക്കും. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ സ്തേഫാനോസ് തുടങ്ങി ഇന്ന് രാത്രി വരെ മരിച്ച വിശുദ്ധന്മാർ കല്ലറയെ പേടിച്ചുയർത്തെഴുന്നേക്കും. ഒരല്ലേ പറഞ്ഞേ, ജീവനോടെ ശേഷിക്കുന്ന നാം ഈ രാത്രിയിൽ ഈ മൺശരീരം ഉരിഞ്ഞുവിടും. കാരണം മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരം ഉരിഞ്ഞുവിട്ടിട്ട് ഞാനൊരു ഉയർപ്പിന്റെ ശരീരമല്ല, ഒരു രൂപാന്തര ശരീരം പ്രാപിക്കും. അല്ലേ പറഞ്ഞേ, ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും രൂപാന്തരം പ്രാപിച്ച നമ്മൾ ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അല്ലേ പറഞ്ഞേ പ്രിയരേ, യേശു വരാറായി. യേശു വരുന്ന കണ്ട ചപ്പും ചവറും എല്ലാം കൂട്ടിക്കൊണ്ടു പോകാനല്ല, യേശു വരുന്നത് നിർമ്മലയായ നിഷ്കളങ്കയായ ഒരു മണവാട്ടിയെ ചേർക്കാനാ. ഈ യോഗം വെച്ചത് നീ ഇന്ന് രാത്രി അല്ലിയ ഒരു നിർമ്മല കന്യകയാകണമെന്ന് പറയാനാ. എത്ര പേർക്ക് ഒരുക്കമുണ്ട്? കാഹളം ധ്വനിക്കുമ്പോൾ അവൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ. അല്ല, നീ നിർമ്മലനാകണമെങ്കിൽ പിസിച്ചെറിയാൻ പ്രസംഗിച്ചാൽ നിർമ്മലനാകത്തില്ല, ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിർമ്മലനാകത്തില്ല. നിർമ്മലനാകാൻ ഒറ്റ മാർഗം, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നതാകയാൽ ഇന്ന് രാത്രിയിൽ നിന്റെ പാപത്തെ കഴുകി നിന്നെ നിർമ്മലീകരിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്തളന്ന് കഴുകുവാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകുവാൻ പറഞ്ഞ പോലെ ഇന്ന് രാത്രി യേശുവേ, കാൽവറിയിൽ ചൊരിഞ്ഞ ഇന്ന് ലൈവായി ഒഴുകുന്ന ആ രക്തം കൊണ്ട് എന്റെ പാപക്കറകളെ ഒന്ന് കഴുകണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ എത്ര പേരൊരുക്കമുണ്ട് ഇന്ന് രാത്രി? രക്തം നിന്നോട് വാദിച്ചുകൊണ്ടിരിക്കുക. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന എൻ്റെ യേശുവിൻ്റെ പുണ്യാക രക്തം ഇന്ന് രാത്രിയിൽ ഈ നെടുമ്പുറത്ത് ഇങ്ങനെ ലൈവായി നിൽക്കുകയാ. നീ ഒന്ന് വിശ്വസിച്ചാൽ, നീ ഒന്ന് സമർപ്പിച്ചാൽ, നീ ഒന്ന് ഏറ്റുപറഞ്ഞാൽ, നിന്റെ പാപം എത്ര വലുതായാലും ഈ രാത്രി ആ രക്തം നിന്റെ മേൽ ഒഴുകും. ആ രക്തം നിന്നെ കഴുകും. ആ രക്തം കഴുകിയാൽ നിന്റെ പാപത്തിൻ്റെ കെട്ടഴിയും, നിന്റെ ശാപത്തിൻ്റെ കെട്ടഴിയും, നിന്റെ രോഗത്തിൻ്റെ കെട്ടഴിയും. ഇന്ന് രാത്രി ഇത് ഉട്ടപ്പിച്ച് നിനക്ക് വിരോധമായി ഒരുക്കിയ എല്ലാ കെണികളും തകരും. നീ ദൈവത്തിൻ്റെ പൈതലായി മാറും. നിനക്ക് ധൈര്യത്തോടെ രാത്രി വിളിക്കാം, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ നീ യേശുവിൻ്റെ മകളായി മകനായി മാറുന്ന രാത്രിയാണ്. കൊതിക്കുന്ന കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ വലിയ നിയോഗമുണ്ട്. ഹല്ലേലൂയ. ഈ ലോക സംഭവങ്ങളെല്ലാം ഒരു കാര്യം വിളിച്ചറിയിക്കും, നമ്മുടെ കർത്താവ് വരാറ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ട്രംപ് 4 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് ഒരു പരിപാടി തുടങ്ങിയത്. പണ്ടാരാണ് പുലിയുടെ വാലെ പിടിച്ച പോലായി. പിടിവിട്ടാൽ പുലി കൊല്ലും. ആ പരുവത്തിൽ പുള്ളി നിൽക്കുക. വലിയ ശക്തിയായ റഷ്യ ഉക്രൈനിൽ പോയി ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പോയതാണ്. 2 വർഷമായി. അവൻ തീർന്നുകൊണ്ടിരിക്കുക, ഇവൻ തീർന്നില്ല. ഹലോ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും. നമ്മുടെ ഗ്യാസ് പോകുന്നൊന്നും ആരും ഓർത്തില്ലല്ലോ.
ഇപ്പൊ എല്ലാവരും പിന്നെയും പ്ലാവിന്റെയും റബ്ബറിന്റെയും ചോട്ടിൽ പോയി കമ്പ് പറക്കാൻ തുടങ്ങിയല്ലോ. പിന്നെ ഇത്ര നാള് വിശ്വാസിക്കിട്ടും പാസക്കിട്ടൊക്കെ ഊതി വരും, ഇപ്പൊ അടുപ്പിൽ ഊതാൻ തുടങ്ങിയല്ലോ. ഒരു അല്ലലിയെ പറയണം. പിന്നെ ഊതാത്തോനെ എല്ലാം ഊതിപ്പിക്കാൻ കർത്താവിന് അറിയാമെന്ന്. ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുമ്പോൾ നീ ഓർത്തോണം, അവൻ വരാറായി, യേശു അടുക്കൽ വാതുക്കലായി. ഈ ദിനങ്ങളിൽ അത് സംഭവിക്കും. ഇന്നലെ വരെ വരാഞ്ഞത് ഇന്ന് ഈ സമയം വരാമഞ്ഞത് നിന്നെ കൂടെ കൊണ്ടുപോകാനായിട്ടാ. അതുകൊണ്ട് നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. നീയോട് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കാൻ കൊതിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അതിനു മുമ്പ് ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം ഒന്ന് എഴുന്നേറ്റ് ആ ഹൃദയങ്ങൾ ദൈവത്തിനായി ഒന്ന് സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റേ. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തെയാണ് നമുക്ക് ദൈവം തന്നേക്കുന്നത്. ഹല്ലേലൂയ. നീ അറിയാതെ നിന്റെ കൂടെ അത്താഴം കഴിച്ച പുള്ളികൾ നിനക്കെതിരെ അണിയറയിൽ നിന്നെ വില പറഞ്ഞു തൂക്കി വിൽക്കുന്നതിന് മുമ്പേ, നീ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ആളുകൾ നിന്നെ തള്ളി പറയുന്നതിന് മുമ്പേ, നിന്റെ കണ്ണെത്താത്ത അകലത്തിൽ നിനക്ക് വിരോധമായ ആണിയും മുൾക്കിരീടവും ക്രൂശും ഒക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇതിനെല്ലാം ജയിച്ചൊരു യേശു നിന്റെ കൂടെ ഉണ്ട്. ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടണം, ഞാൻ ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ് യേശു ഇന്ന് രാത്രി നിന്റെ വലങ്കരത്തെ പിടിക്കട്ടെ. ഒരു നിമിഷം ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, നിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തടസ്സമായതുള്ളതെല്ലാം ഇന്ന് രാത്രിയിൽ എന്നിൽ നിന്ന് മാറ്റി എന്നെ ഒരു ദൈവത്തിന്റെ മകനാക്കി മകളാക്കി തീർക്കണമേ. ഒന്നുകൂടെ കഴുകണമേ അപ്പാ. എല്ലാവരും പ്രാർത്ഥിച്ച്. ഇതൊരു അസാധാരണ ദൈവകൃപയുടെ രാത്രിയാണ്. നീ ഇങ്ങോട്ട് പോരുമ്പോ കണ്ട മിസ്രയീമിനെ ഇനി മേലാൽ നീ കാണാത്ത നിലകളിൽ നിന്റെ മുമ്പിൽ പ്രതികൂലമായി വഴി അടഞ്ഞു നിൽക്കുന്ന ചെങ്കടലിന്റെ ആഴത്തിൽ താഴ്ത്തി നിനക്ക് വഴി തുറന്ന് അക്കരെ കയറ്റാൻ കഴിവുള്ള ദൈവം. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം.